എൻ്റെ ഈ ഒരു കുടുംബജീവിതം തകർന്നതിന് ഈ കേരളത്തിലെ ഈ പാലക്കാട്ടിനെ പ്രതിനിധീകരിക്കുന്ന ഒരു MLA ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രൈംബ്രാഞ്ചും അതുപോലെ SIT പോലുള്ള സംഘങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ വരും, കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പരാതി കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കുണ്ടായിട്ടുള്ള മാനനഷ്ടം തന്നെയാണ്. ഒരു MLA ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ഒന്നുകിൽ എന്നെ വിളിക്കണ്ടേ? ഞാൻ ഉൾപ്പെടുന്ന ഒരു പ്രശ്നത്തിൽ എന്നെ വിളിക്കണമല്ലോ. എന്നെ അങ്ങനെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. ആ സമയങ്ങളിൽ ഒരിക്കൽ പോലും എന്നെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് ചോദ്യം ചെയ്യേണ്ടതല്ലേ? രാഹുൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ എനിക്കറിയില്ല. കോടതിയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ കേട്ടറിഞ്ഞത് എനിക്കറിയുള്ളൂ. എൻ്റെ വീട്ടിൽ ഞാനും അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒരാൾ മാത്രമാണ് ഉണ്ടായത്. ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞ് ഇതാക്കാനോ സംസാരിക്കാനോ ഒക്കെ വേണ്ടി പലരെയും ഞാൻ ഇടപെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ഒറ്റപ്പെട്ടിട്ടേ ഉള്ളൂ. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായതിൽ ഞാൻ വളരെ ദുഃഖത്തിലായിരുന്നു. പക്ഷേ മുന്നോട്ട് പോയേ പറ്റൂ. എൻ്റെ അച്ഛനും അമ്മയും നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അവർക്ക് ഞാനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ആ ഒരു സംഘർഷം നേരിടുന്നു. പിന്നെ നമ്മളിപ്പോൾ ദിവസവും കരഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. ജീവിക്കണ്ടേ, മുന്നോട്ട് പോകണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ വീട്ടിലൊരു സഹോദരനാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മിണ്ടാതിരിക്കുമോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയൊരു മാനസിക സംഘർഷത്തിലായിരുന്നു. എൻ്റെ സത്യം പറഞ്ഞാൽ ഒന്നിനോട് പ്രതികരിക്കാനുള്ളൊരു മാനസിക നിലയിലായിരുന്നില്ല ഞാൻ. പക്ഷേ എൻ്റെ ഈ ഒരു കുടുംബജീവിതം തകർന്നതിന് ഈ കേരളത്തിലെ ഈ പാലക്കാട്ടിനെ പ്രതിനിധീകരിക്കുന്ന ഒരു MLA ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രൈംബ്രാഞ്ചും അതുപോലെ SIT പോലുള്ള സംഘങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ വരും, കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പരാതി കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കുണ്ടായിട്ടുള്ള മാനനഷ്ടം തന്നെയാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ അനുജന്മാരുണ്ടാവാം, നിങ്ങൾക്കൊക്കെ സുഹൃത്തുക്കളും സഹോദരന്മാരും ഉണ്ടാവാം. ഒരു കണ്ണാപ്പിയുടെ കല്യാണം പോലെ നടന്ന ഒരു കല്യാണം അല്ല ഇത്. അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു പെൺകുട്ടിയെ ചാടിച്ചു കൊണ്ടുപോയിട്ട് നടത്തിയൊരു കല്യാണമല്ല. അത്യാവശ്യം കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും അതുപോലുള്ള ഈ സമൂഹത്തിൽ അത്യാവശ്യം എല്ലാ വേണ്ടപ്പെട്ട ആളുകളെയും വിളിച്ച് ക്ഷണപത്രം അടിച്ച് നടത്തിയ ഒരു വിവാഹമായിരുന്നു അത്. കോടതിയുടെ പരിഗണനയിലുള്ളൊരു കേസാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ വിവരങ്ങൾ പറയാൻ കഴിയില്ല. കാരണം കുറ്റവാളികൾ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. അത് ഞാൻ പറയുന്ന കുറേ കാര്യങ്ങൾ കാരണം അത് കുറ്റവാളിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാക്കാൻ കഴിയില്ല. കാരണം രാഹുൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ മാധ്യമ പ്രവർത്തകർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്കും അറിയൂ. മറ്റു കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിയില്ല. എന്താണ് നടന്നത്, എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ രാഹുൽ അതിൽ കുറ്റം ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുടുംബ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് രാഹുലിന്റെ വാദം. ഒരു വ്യക്തി ഇപ്പൊ എന്റെയൊക്കെ നാട്ടിൽ കോൺഗ്രസ്സുകാരുണ്ട്, CPM-കാരുണ്ട്, BJP-കാരൊക്കെ ഉണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കാളിയായിട്ടുള്ള ആളാണ് ഞാനും. ഒരു വീട്ടിലെ ഒരു കുടുംബത്തിലെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ രണ്ട് ഭാഗത്തുള്ള ആളുകളെയും വിളിച്ചിരുത്തും. എന്നിട്ടാണ് സംസാരിക്കുക. ഇപ്പം എൻ്റെയൊക്കെ നാട്ടിലെ പല കോൺഗ്രസ്സുകാരും ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ആ പാർട്ടിയിലല്ലെങ്കിൽ പോലും എൻ്റെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ കോൺഗ്രസ്സുകാർ വന്നിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഞങ്ങൾക്ക് വേണ്ട മോട്ടിവേഷനൊക്കെ തന്നിട്ട് ചെറുപ്പ കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു MLA ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ഒന്നുകിൽ എന്നെ വിളിക്കണ്ടേ? ഞാൻ ഉൾപ്പെടുന്ന ഒരു പ്രശ്നത്തിൽ എന്നെ വിളിക്കണമല്ലോ. എന്നെ അങ്ങനെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. ആ സമയങ്ങളിൽ ഒരിക്കൽ പോലും
എന്നെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് ചോദ്യം ചെയ്യേണ്ടതല്ലേ. രാഹുൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ എനിക്കറിയില്ല. കോടതിയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ കേട്ടറിഞ്ഞത് എനിക്കറിയുള്ളൂ. നിങ്ങളെ മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യങ്ങളെ എനിക്കറിയുള്ളൂ. പലരും എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു, പലരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ കേരളത്തിലുള്ള അത്യാവശ്യം ലീഡിങ് പ്ലാറ്റ്ഫോമിലുള്ള പല ആളുകളും എന്നെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞിട്ടുള്ള അറിവുകളെ എനിക്കുള്ളൂ. എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സ്വാഭാവികമായിട്ട് ആരോപണം. ഇത് രാഷ്ട്രീയമല്ല. രാഷ്ട്രീയത്തിന്റെ കാര്യം എന്ന് പറയാൻ കഴിയുമോ? നിങ്ങൾക്കൊരു അനിയനുണ്ടായി, അനിയന് ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ആരെങ്കിലും അതിന് പ്രതികരിക്കാതിരിക്കുമോ? എൻ്റെ വീട്ടിൽ ഞാനും അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒരാൾ മാത്രമാണ് ഉണ്ടായത്. ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞ് ഇതാക്കാനോ സംസാരിക്കാനോ ഒക്കെ വേണ്ടി പലരും ഞാൻ ഇടപെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ഒറ്റപ്പെട്ടിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതിൽ ഞാൻ വളരെ ദുഃഖത്തിലായിരുന്നു. പക്ഷേ മുന്നോട്ട് പോയേ പറ്റൂ. എൻ്റെ അച്ഛനും അമ്മയും നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, അവർക്ക് ഞാനേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ആ ഒരു സംഘർഷം നേരിടുന്നു. പിന്നെ നമ്മളിപ്പോൾ ദിവസവും കരഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയില്ലല്ലോ, ജീവിക്കണ്ടേ, മുന്നോട്ട് പോകണ്ടേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വീട്ടിലൊരു സഹോദരനാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മിണ്ടാതിരിക്കുമോ? ഈ രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഇതില് കൃത്യമായിട്ട് എല്ലാം നിങ്ങളിലേക്ക് തിരിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇതില് ഇപ്പോ ഈ പറഞ്ഞ യുവതി ഗർഭിണിയായി എന്ന് പറയുന്നു, അബോർഷന് വിധേയാക്കി എന്ന് പറയുന്നു. ഇതെന്റെ തലയിൽ ചാർത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ കോടതിയുടെ പരിഗണനയുള്ള കേസാണ്. അതിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് മാധ്യമങ്ങളിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കോടതിയിൽ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അത് അന്വേഷിക്കുന്ന സംഘങ്ങളുമായിട്ട് സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് എല്ലാം വിവരങ്ങൾ ശേഖരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഈ വിവരങ്ങളെല്ലാം അവരോട് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഈ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയതിന് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ നാട്ടിലെ ഒരു MLA ആണ്. എൻ്റെ നാട്ടിലെ ചെറിയ ഒരു വേലിക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആളുകൾ തമ്മിലുള്ള പ്രശ്നമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ അത് നാട്ടിൽ പറഞ്ഞു തീർക്കാൻ ഞങ്ങൾക്കറിയാം അതെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്. ഇത് കേരളത്തിലൊരു നിയമസഭയിലെ ഒരു MLA ആണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നത്. അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ നാട്ടിലെ കുടുംബ വ്യവസ്ഥിതികളെ കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ലേ? അല്ലെങ്കിൽ ഈ നാട്ടിലെ വിവാഹ നിയമങ്ങളെ കുറിച്ച് അറിവില്ലേ? വിവാഹിതയാണെന്ന് അറിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോയതിന്റെ കാരണം എന്താണ്? അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ മാധ്യമങ്ങളിൽ കൂടെ ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഗർഭിണി ആവണം എന്ന് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു. ആ ഗർഭിണി ആയതിനു ശേഷം അത് അബോർഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നെ എന്താ കൊല്ലുമെന്നോ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. ഇങ്ങനെയൊക്കെ ഒരു MLA ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ പറയേ. ജനങ്ങളെ സേവിക്കാനും വരുന്ന 5 വർഷത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്താനും നിയമനിർമ്മാണം നടത്താനും ഈ നാട്ടിലെ അതായത് നിയമസഭയിലെ നിയമനിർമ്മാണത്തിൽ പങ്കാളിയും അതിൻ്റെ അന്തസ്സത്ത കാത്തു സൂക്ഷിക്കേണ്ട ഒരു വ്യക്തിയും കൂടിയാണ് ആര്? MLA. അതിനാണ് MLA തെരഞ്ഞെടുക്കുന്നത്. ഈ പാലക്കാടിനൊരു തെളിവുകൾ കയ്യിലുണ്ടോ? തെളിവുകളും കൈമാറുമോ? എങ്ങനെയാണ്? തെളിവുകളും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് ആ സമയത്ത് കോടതിയിലോ ആവശ്യമുണ്ടെങ്കിൽ അതിന് അപ്പോൾ ഇത് ചെയ്യും. ഈ രാഹുലുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ഉണ്ടാകുന്ന സമയത്ത് താങ്കൾ പരാതികൾ ആരോടും പറഞ്ഞു? കോൺഗ്രസ് നേതാക്കളോട് ആരോടെങ്കിലും പരാതികൾ പറയുകയല്ല, പലരും എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പലരും കാര്യങ്ങൾ അറിയാൻ എൻ്റെ കൂടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും മുന്നോട്ട് പോകേണ്ടത് ഞാനല്ലേ, ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത് ഞാനല്ലേ. എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഞാൻ തന്നെയാണ് നേരിടേണ്ടത്. എൻ്റെ കുടുംബത്തിനുണ്ടായ നഷ്ടങ്ങൾ നിങ്ങൾ ഓർത്തു നോക്കൂ. നമ്മളൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമാണ് നമ്മൾ പലർക്കും ഡിവോഴ്സും, ഈ നാട്ടിൽ പലർക്കും ഡിവോഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കേരളത്തിലൊരു MLA ഒരാളുടെ കുടുംബത്തിനോട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള നീചമായ പ്രവർത്തികൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ SIT വീട്ടിൽ വന്നു പറഞ്ഞിട്ടില്ല. SITക്ക് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകളൊക്കെ താങ്കൾ കൈമാറിയിട്ടുണ്ടെങ്കിൽ? തെളിവുകൾ കൈമാറിയിട്ടൊന്നുമില്ല. അവരെ ചോദിച്ചിരുന്നു. അവരോട് ആദ്യം എനിക്ക് നോട്ടീസ് തന്നിരുന്നു, എന്നോട് ഹാജരാകാൻ പറഞ്ഞു. പക്ഷേ അന്നത്തെ സമയത്ത് എനിക്ക് മാനസികമായിട്ട്
ഒരു സ്റ്റേഷനിൽ പോയാനോ അല്ലെങ്കിൽ അവിടെ പോയി കാര്യങ്ങൾ പറയാനോ ഉള്ളൊരു മാനസിക അന്തരീക്ഷത്തിലായിരുന്നില്ല ഞാൻ. ഇനി എങ്ങനെയാണ് ഈ കേസുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? പരാതി കൊടുത്തിട്ടുണ്ട്, കേസുമായിട്ട് മുന്നോട്ട് പോകും. നിങ്ങളുടെ ഈ വിവാഹ ചിത്രമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കാനൊക്കെയുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നത്. അത് ബോധപൂർവമായിട്ടുള്ള ശ്രമമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇസ്രായേലിലുള്ള മലയാളി വരെ എനിക്ക് എൻ്റെ ഈ വിവാഹ ഫോട്ടോ അവിടെ സ്പ്രെഡായതിന്, സമൂഹ മാധ്യമങ്ങളിലൂടെ സ്പ്രെഡായത് എനിക്ക് സ്ക്രീൻഷോട്ട് സഹിതം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉദ്ദേശം എന്തായിരുന്നു? യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ ഇരയായി വന്നത് ഞാനും കൂടിയാണ്. ഞാൻ ചെയ്ത ഒരു കുടുംബമാണെന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ, കുടുംബമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ. പക്ഷെ അതൊരു MLA മൂലം എനിക്കത് നഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. ഇങ്ങനെ പരാതിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ BJPയുടെ ഒരു പിന്തുണയുണ്ടോ? എന്നെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. അവിടെ പാലക്കാട് വെച്ച് ഞങ്ങൾ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ട എല്ലാ പിന്തുണയും തരാമെന്ന് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതില് രാഷ്ട്രീയമല്ല. അദ്ദേഹം കൃത്യമായി പറഞ്ഞു, ഇത് വ്യക്തി ജീവിതത്തിലെ പേഴ്സണൽ കാര്യമാണ്, മാനസികമായിട്ടും അല്ലെങ്കിൽ മറ്റെന്ത് പിന്തുണയും തരാൻ. പക്ഷെ ഇതൊരു പാർട്ടി ബേസ്ഡ് ഇതായി മാറ്റാൻ ശ്രമിക്കുന്നു, മറ്റു പലതിനെയും മറയ്ക്കാനെന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സംഭവിച്ചതല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ, നിങ്ങളുടെ ഒപ്പം ഉള്ള ഒരു സഹപ്രവർത്തകയ്ക്ക് സംഭവിച്ചതല്ലേ ഇത്. അതിനെക്കുറിച്ച് ചിന്തിക്കൂ നിങ്ങൾ. ഇതിൽ മറ്റുള്ള കാര്യങ്ങൾ, അതായത് ഞങ്ങൾക്കിടയിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ കോടതിയുടെ പരിഗണനയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടുതൽ റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കുണ്ടായ നഷ്ടങ്ങൾ അത് വലുതാണ്. നിങ്ങൾ ഈ കാണുന്നവർ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി അതിന്റെ വ്യാപ്തി എന്താണെന്നുള്ളത്. മറ്റേ കാര്യം കൂടി, ഈ സംഭവം നടന്നതിന് ശേഷം ഈ താങ്കൾ പരാതി നൽകാതിരിക്കാനോ അല്ലെങ്കിൽ പ്രശ്നം വലിയ രീതിയിൽ പോകാതിരിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങളോ എന്തെങ്കിലും ഇടപെടലുകളോ രാഹുലിന്റെയോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? എങ്ങനെ? അതായത് ഈ സംഭവം നടന്നതിന് ശേഷം ഏതെങ്കിലും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ രാഹുലിന്റെയോ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിന്റെ ആരുടെയും? സമ്മർദ്ദമൊന്നും ഉണ്ടായിട്ടില്ല. പലരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പലരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്. എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് പലരും നമ്മളെ വിളിക്കുകയും സംസാരിച്ചിരുന്നു. അത് കേരളത്തിലെ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ മുടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോൺഗ്രസ്സിലുള്ളവരുണ്ട്, BJPയിലുള്ളവരുണ്ട്. അതായത് ഈ പ്രശ്നങ്ങളെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വന്നവരാണ്, നമ്മുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വന്നവരാണ്. അവർ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയമില്ല. ഇത് എൻ്റെ വ്യക്തി ജീവിതത്തിലെ കാര്യമാണ്. എൻ്റെ വ്യക്തി ജീവിതത്തിനോട് ചെയ്തത് ശരിയാണോ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളാണ് എന്ന് പറയണ്ടേ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത തിരുവാതിരയാണ് അല്ലേ? ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത തിരുവാതിരയാണ്. അതായത് മംഗല്യ സൗഭാഗ്യവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കും, ഉമാമഹേശ്വരനോട് പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. അന്ന് എനിക്ക് ഇങ്ങനൊരു ബൈറ്റ് നിങ്ങൾക്ക് തരേണ്ടതെന്നതിൽ സത്യം പറഞ്ഞാൽ ഖേദമുണ്ട്.